ആഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. പാലത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. ആദ്യം അഭിമാനകരമായ നിലയിലല്ലേ കേരളത്തിൻ്റെ സ്ഥാനം? പക്ഷേ കേന്ദ്രം ഭരിക്കുന്നവർക്ക് അരോചകമാണ് കേരളം. കാരണം അവരെ സ്വീകരിക്കുന്നില്ല. അവിടുത്തെ കേന്ദ്രത്തിലെ ഭരണകക്ഷിക്ക് നേതൃത്വം കൊടുക്കുന്ന RSSനെയും BJPയെയും മതനിരപേക്ഷ കേരളം സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അതിൻ്റേതായ പക, വിദ്വേഷം അതാണ് കേരളത്തോട് കാണിച്ചത്. ഇവിടെ ഇപ്പോൾ മാരീചവേഷം കെട്ടി നാടിനു വേണ്ടി ഞങ്ങൾ പലതും ചെയ്യും എന്ന് പറഞ്ഞു വരുന്നവരുണ്ടല്ലോ. ഇത് നമ്മുടെ നാടിൻ്റെ മുന്നിലൂടെ ഒരു ഉരക്കല്ലായിരുന്നു. ആപത്ഘട്ടത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നത് ഇവരെ സഹായിക്കുന്ന നിലപാടായിരുന്നു. ആ കാലത്ത് നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് പോയ പാർലമെൻറ്റിലെത്തിയ പാർലമെൻറ്റ് അംഗങ്ങൾ പൊതുവിൽ സ്വീകരിച്ചത്. കേന്ദ്രത്തിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ തയ്യാറല്ല. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ അവഗണിക്കുമ്പോൾ കേരളത്തിന് ന്യായമായത് അനുവദിക്കണം എന്ന് പറയാൻ തയ്യാറല്ല. ആ ഘട്ടത്തിലും കേരളത്തെ എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താൻ കഴിയും, അതിനായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും UDFും ശ്രമിച്ചത്. ഇതെല്ലാം നമ്മുടെ തിക്തമായ അനുഭവങ്ങളാണ്. നമ്മൾ തകർന്നു പോകുമല്ലോ എന്ന് നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം ആശങ്കപ്പെട്ടു. പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നു. നമ്മുടെ നാട് രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പ്രത്യേക ശ്രദ്ധാകേന്ദ്രമായി. ആ അതിജീവനം നല്ല തോതിൽ നടത്തിയപ്പോൾ എങ്ങനെയാണ് കേരളത്തിന് ഇതെല്ലാം സാധ്യമായത് എന്ന് രാജ്യവും ലോകവും ചിന്തിച്ചു. നമ്മുടെ അനുഭവം എന്താണ്? നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഒരേ മനസ്സോടെ പൂർണ്ണമായ ഐക്യത്തോടെ ഒരുമയോടെ നിന്നു എന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ പ്രതിസന്ധികളെയും നേരിടാനും അതിജീവിക്കാനും നമുക്ക് കഴിഞ്ഞത്. കേരളത്തിൻ്റെ വ്യത്യസ്ത മേഖലകൾ ഇന്ന് വലിയ തോതിൽ ഉയർന്നു നിൽക്കുകയാണ്. അതിൻ്റെ ഓരോന്നിൻ്റെയും ഉദാഹരണം ഈ ഘട്ടത്തിൽ ഞാൻ എടുത്തു പറയുന്നില്ല. നമ്മുടെ ലക്ഷ്യം നാം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഒരു നവകേരളം സൃഷ്ടിക്കലാണ്. നവകേരളം എന്നത് ഒരു സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായി വികസനത്തിൻ്റെ സ്പർശമേൽക്കാത്ത ഒരു പ്രദേശവും കേരളത്തിലില്ല എന്ന് കാണാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ വികസനത്തിൻ്റെ സ്വാദനുഭവിക്കാത്ത ഒരാളും നമ്മുടെ നാട്ടിൽ കാണാനാവില്ല. അതാണ് സർവതല സ്പർശിയും സാമൂഹ്യത അധിഷ്ഠിതവുമായ വികസനം എന്നതുകൊണ്ട് LDF ഉദ്ദേശിച്ചിരുന്നത്. അതാണിപ്പോൾ പ്രാവർത്തികമാകുന്നത്. നാടിൻ്റെ വികസനത്തോടൊപ്പം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരെ കഴിയാവുന്ന രീതിയിൽ ചേർത്ത് പിടിക്കാനാണ് LDF ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് 600 രൂപ 2016 ഉണ്ടായിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ 2021 ആയപ്പോൾ 1600 വർദ്ധിച്ചത്. അതേ മനോഭാവത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അത്
2026 ആകുമ്പോൾ 2000 രൂപയിൽ എത്തി നിൽക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ സഹോദരിമാർ, വീട്ടിൽ കഴിയുന്നവർ, മറ്റ് വരുമാനങ്ങളില്ലാത്തവർ, അവർക്ക് 1000 രൂപ വീതമുള്ള സ്ത്രീ ശാക്തീകരണത്തിനുള്ള സഹായം എന്ന നിലയിൽ പദ്ധതി നാം തുടങ്ങി. നല്ല പ്രതികരണം വന്നു. ഉദ്ഘാടനം ചെയ്ത ദിവസം 10 ലക്ഷത്തിലധികം ആളുകളായിരുന്നു അതിൽ അംഗങ്ങളായി ചേർന്നിരുന്നത്. ആ ദിവസം തന്നെ ആ 10 ലക്ഷം ആളുകളുടെയും അക്കൗണ്ടിലേക്ക് ഈ 1000 രൂപ വീതം എത്തി എന്നത് എല്ലാവരും സന്തോഷത്തോടെ പ്രതികരിച്ചു. നമ്മുടെ യുവജനങ്ങൾ, വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞ്, അവരുടെ കോഴ്സ് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. ആ സന്ദർഭത്തിൽ അവരുടെ നൈപുണ്യം വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില പരിശീലനങ്ങളിൽ ഏർപ്പെടേണ്ടി വരും. സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ആ ഘട്ടത്തിൽ അവർക്ക് വരുമാനമില്ല. അവർക്ക് മാസം തോറും 1000 രൂപ വീതം നൽകുന്ന പദ്ധതിയും സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാജ്യത്ത് മറ്റൊരിടത്തും കാണാത്ത രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പ്രാവർത്തികമാക്കി LDF സർക്കാർ പാവങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക. അതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ നവംബർ 1-ാം തീയതി ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളം അതിദാരിദ്ര്യമുക്തമായത്. രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടല്ലോ. നമ്മളെക്കാളും വലിയ തോതിൽ സാമ്പത്തിക ശേഷിയുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ. ആർക്കെങ്കിലും അത്തരമൊരു കാര്യം ആലോചിക്കാൻ കഴിഞ്ഞോ? എന്തുകൊണ്ടാണ് കേരളത്തിന് കഴിഞ്ഞത്? പാവപ്പെട്ടവരെ കുറിച്ച് ചിന്ത വേണം. പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനാവണം. 64,006 കുടുംബങ്ങളായിരുന്നു അതിദാരിദ്ര്യം അനുഭവിക്കുന്നത്. ആ 64,006നെയും ഓരോ കുടുംബം എന്ന നിലക്ക് കണ്ടു. ആ ഓരോ കുടുംബവും നേരിടുന്ന പ്രയാസങ്ങൾ എന്താണ്, ആ ക്ലേശഘടകങ്ങൾ എങ്ങനെ പരിഹരിക്കാം. അങ്ങനെ 64,006ാമത്തെ കുടുംബവും ഈ ക്ലേശഘടകം പരിഹരിച്ച് അതിദാരിദ്ര്യമുക്തമായതിനു ശേഷമാണ് അതിദാരിദ്ര്യമുക്തം എന്ന നില കേരളം പൊതുവിൽ പ്രഖ്യാപിച്ചത്. അതിനു മുൻപ് ഏതെങ്കിലും സംസ്ഥാനം ചെയ്തോ? അതിനുശേഷം ഏതെങ്കിലും സംസ്ഥാനത്തിന് ആലോചിക്കാൻ കഴിഞ്ഞോ? അവിടെയാണ് LDFന്റെ പ്രത്യേകത. ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ഇന്നത്തെ ചിന്ത ആരെക്കുറിച്ചാ? പൊതുവിൽ ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായി ചിന്ത മുഴുവൻ കോർപ്പറേറ്റുകളെ കുറിച്ചാണ്. ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മുടെ രാജ്യമാണ് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യം. നമ്മുടെ രാജ്യങ്ങളുടെ പട്ടിക ഒന്ന് എഴുതി വെച്ചാൽ ആ പട്ടികയുടെ അവസാന ഭാഗത്താണ് ഇന്ത്യ. ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ചുരുക്കം രാഷ്ട്രങ്ങളേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ, നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. ആ രാജ്യത്താണ് കേരളം ഈ രീതിയിലുള്ള നേട്ടങ്ങൾ നേടിയിട്ടുള്ളത്. ആ നേട്ടങ്ങളോ കേന്ദ്ര ഗവൺമെൻറ്റിന് ആവശ്യമായ സഹായമില്ല. കേരളത്തിന് സാധാരണഗതിയിൽ ലഭിക്കേണ്ട സാമ്പത്തിക സഹായം പോലും ലഭിക്കുന്നില്ല. ഒരു സംസ്ഥാനം എന്ന നിലക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചത്. വായ്പയെടുക്കാൻ പോലും അനുമതി നൽകാത്ത നില, ന്യായമായ വിഹിതം അനുവദിക്കാത്ത നില, അങ്ങനെ പലതരത്തിൽ സാമ്പത്തിക ഉപരോധം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നിന്ന്. ആ ഘട്ടത്തിലാണ് നമുക്ക് ഈ നേട്ടങ്ങളെല്ലാം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിൻ്റെ ദുസ്ഥിതി ഏത് നാടും ആ നാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾക്ക് ഒപ്പം നിൽക്കും. പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം ഈ കഴിഞ്ഞ 10 വർഷം എല്ലാ കാര്യത്തിലും മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളെയും എതിർക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ഏതെങ്കിലും ഒരു പദ്ധതിയെ അനുകൂലിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഇതെല്ലാം
നിഷേധാത്മകമായ രീതിയിൽ നിലനിൽക്കുമ്പോഴും അതൊന്നും ബാധിക്കാതെയാണ് നമ്മുടെ നാടിനെ വലിയ തോതിൽ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുള്ളത്, LDF കഴിഞ്ഞിട്ടുള്ളത്. ഇതാണ് LDFൻ്റെ പ്രത്യേകത. അപ്പോൾ നവകേരളം അതൊരു യാഥാർത്ഥ്യമാകാൻ പോകുന്ന കാര്യമാണ്. ഇതേവരെ എല്ലാ കാര്യങ്ങൾക്കും നാടിൻ്റെയും നാട്ടുകാരുടെയും സഹായവും സഹകരണവും പിന്തുണയും നിർലോഭം ലഭിച്ചിട്ടുണ്ട്. നവകേരള നിർമ്മിതിക്കായി ഇനി അങ്ങോട്ടും ആ സഹായവും പിന്തുണയും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പാലത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.